It's completely orange. The sun should be there somewhere. But look at it, looks like there's grass. സഹാറ പൊടിക്കാറ്റ് മൂലം ഗ്രീക്ക് തലസ്ഥാന നഗരത്തെ മൂടൽ മഞ്ഞ് വന്ന് മൂടി ഏതൻസ് ഓറഞ്ച് നിറമായതായി റിപ്പോർട്ട്. അന്തരീക്ഷത്തിൽ പടർന്നിരിക്കുന്ന ഈ പൊടി സൂര്യപ്രകാശവും ദൃശ്യപരതയും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഗ്രീക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇത് സൂക്ഷ്മ മലിനീകരണ കണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ പരത്താനും ഇടയാക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. It's literally orange. I don't know if you guys can see it. It's orange. Everything is orange. There's no filter on, nothing. Look at the green light, how it comes out, how it pops out. The lights of the cars. Like it's not normal. ഏതൻസിനെ മാത്രമല്ല ഈ വൻ പൊടിപടലം വന്ന് മൂടിയത്. മറ്റ് ഗ്രീക്ക് നഗരങ്ങളും സഹാറയിൽ നിന്ന് വീശിയടിച്ച പൊടിപടലങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് 2018 ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും മോശമായ മണൽക്കാറ്റുകളിലൊന്നാണിത്. അതിനാൽ തെക്ക് നിന്ന് ദിവസങ്ങളോളം ശക്തമായ കാറ്റ് വീശുകയും പരിമിതമായ ദൃശ്യപരതയ്ക്ക് കാരണമാവുകയും ചെയ്തതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങളിൽ മഞ്ഞ, ഓറഞ്ച് മൂടൽമഞ്ഞ് വ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായ അപകട സാധ്യതകൾ നേരിടാൻ ഇടവരുമെന്ന് അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതൻസ് ഒബ്സർവേറ്ററിയിലെ കാലാവസ്ഥാ ഗവേഷണ ഡയറക്ടർ കോസ്റ്റാസ് ലഗൗവാർഡോസ് പറഞ്ഞത് പ്രകാരം 2018 മാർച്ച് 21 മുതൽ 22 വരെ മേഘങ്ങൾ ക്രീറ്റ് ദ്വീപിനെ ആക്രമിച്ചതിനു ശേഷം സഹാറയിൽ നിന്നുണ്ടായ പൊടിയുടെയും മണലിന്റെയും ഏറ്റവും ഗുരുതരമായ എപ്പിസോഡുകളിൽ ഒന്നാണിത്. മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യവും ഗ്രീസിനെ സഹാറ പൊടിപടലങ്ങൾ ബാധിച്ചിരുന്നു. എന്നാൽ ഇത് തെക്കൻ ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും ചില ഭാഗങ്ങളിൽ വരെ പതിച്ചു. എല്ലാ വർഷവും സഹാറ 60 മുതൽ 200 ദശലക്ഷം ടൺ ധാതുപൊടികൾ വരെ പുറത്തുവിടുന്നുണ്ട്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഏറ്റവും ചെറിയ കണികകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് യൂറോപ്പിൽ വരെ എത്തിച്ചേരും. മാത്രമല്ല, രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വീശിയടിക്കുന്ന ശക്തമായ തെക്കൻ കാറ്റിൽ കാട്ടുതീയും പടർന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച രാജ്യത്തുടനീളം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 25 കാട്ടുതീ പടർന്നതായി അഗ്നിശമന സേന അറിയിച്ചു. അതേസമയം ഇതുവരെ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിച്ചിരുന്നു. അതിനിടെ ചൊവ്വാഴ്ച നാവിക താവളത്തിന് സമീപം ക്രീറ്റിൽ ഉണ്ടായ മറ്റൊരു തീപിടുത്തവും അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.